ഷാരോൺ രാജ് വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചതിനു പിന്നാലെ പ്രതികരിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥയും കാസർഗോഡ് ജില്ലാ പോലീസ് ചീഫുമായ ഡി ശിൽപ. വിധിയിൽ സന്തോഷമുണ്ടെന്നും പ്രോസിക്യൂഷന്റെയും ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെയും വിജയമാണിതെന്നും ശിൽപ പ്രതികരിച്ചു. അന്വേഷണ സമയത്ത് നിരവധി പ്രതിസന്ധികൾ നേരിട്ടിരുന്നു. ഗ്രീഷ്മ കേസ് വഴിതെറ്റിക്കാൻ പലതവണ ശ്രമിച്ചു. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് തെളിവ് ശേഖരിച്ച് കേസ് മുന്നോട്ട് കൊണ്ടുപോകുവാനായെന്നും ഡി ശിൽപ കൂട്ടിച്ചേർത്തു. Alruba fried chicken masala. Natural herbs, no artificial color, no MS. ഇപ്പോൾ ഗ്രീഷ്മ കേസിൽ വധശിക്ഷವನ್ನು ഇപ്പോൾ കോടതിയുടെ ഉത്തരവ് നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. ഇത് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ജയമാണ്, പ്രോസിക്യൂഷൻ്റെ ജയമാണ്. ഇത് ഒരാളുടെ ജയമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊരു ടീം എഫേർട്ടാണ്. ഈ കേസ് രജിസ്റ്റർ ആയ സമയത്തിൽ നമ്മൾ ADGP ലോ ആൻഡ് ഓർഡർ അജിത് കുമാർ സർ, IG പ്രകാശ് സർ, DIG നിശാന്തിനി മാഡം, ഞാനും പിന്നെ നമ്മളെ DSPമാർ അഡീഷണൽ SP സുൽഫിക്കർ, DSP ജോൺസൺ, റാഷിദ്, പിന്നെ മൊത്ത ടീമിൽ അന്നത്തെ ദിവസം നമ്മൾ SIT ഫോം ചെയ്ത സമയത്തിലുണ്ട് എല്ലാ ആൾക്കാരും ചെയ്ത ഒരു സിൻസിയർ ഫോളോപ്പും പിന്നെ ഒരു മെറ്റിക്കുലസ് അന്വേഷണത്തിന് റിസൾട്ടാണെന്ന് ഞാൻ പറയാൻ പറ്റും. സോ ഇതിൽ ഈ ഒരു വേർഡിക്റ്റ് വന്നതിൽ ഈവൻ പബ്ലിക് പ്രോസിക്യൂട്ടർ വളരെ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ട് വളരെ മെറ്റിക്കുലസായി അവർ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. സോ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കോടതി നമുക്ക് നല്ലൊരു ജഡ്ജ്മെൻറ്റ് തന്നിട്ടുണ്ടെന്ന്. കുറേ ചാലഞ്ചസ് നമുക്ക് വന്നു. ഇനീഷ്യലി ഗ്രീഷ്മ കറക്റ്റായി നമുക്ക് പറയുന്നില്ലായിരുന്നു. മിസ്ലീഡിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നു. കുറേ കാര്യങ്ങൾ ഇനീഷ്യലി നമ്മൾ അന്വേഷണം തെറ്റിദ്ധരിക്കാൻ ശ്രമിച്ചു. പിന്നെ നമ്മൾ സീനിയർ ഓഫീസേഴ്സ് അതിൽ ഇൻ്റർവീൻ ചെയ്തിട്ട് എല്ലാവരും ആ കാര്യം എന്താണ് കറക്റ്റായ കാര്യമായി നോക്കി എക്സാമിൻ ചെയ്ത ശേഷം എവിഡൻസ് കളക്ട് ചെയ്തിട്ട് അവളെ ക്വസ്റ്റ്യനിങ് ചെയ്ത ശേഷം അവൾ ബ്രേക്കായി. സോ ഇനീഷ്യലി കുറച്ച് ചാലഞ്ചസ് വന്നു. പക്ഷെ നമുക്ക് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം എവിഡൻസസ് കളക്ട് ചെയ്തിട്ട് നന്നായി അന്വേഷണം കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതിൽ ഇപ്പോൾ ലീഗൽ ഒപ്പീനിയൻ എടുത്തിട്ട് ഇനി അതിൽ എന്താണ് അപ്പീൽ സ്കോപ്പ് ഉണ്ടെങ്കിൽ നോക്കി നമ്മൾ അപ്പീൽ ചെയ്യും.